പാവം ഈ കാലിന് വയ്യാത്ത അമ്മൂമ്മ ഒരു ലക്ഷറി ഷോപ്പിൽ ഒരു ഷൂ വാങ്ങാനായിട്ട് വന്നേക്കാണ്. വീൽ ചെയറിലാണ് അമ്മൂമ്മ വന്നേക്കുന്നത്. ആ മാനേജർ പെണ്ണാന്ന് വെച്ചാൽ ഈ അമ്മൂമ്മനോട് ഭയങ്കരമായിട്ട് അപമര്യാദയായിട്ടാണ് പെരുമാറുന്നത്. അമ്മൂമ്മക്ക് അതിലൊരു ബ്ലാക്ക് ഷൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എടുത്തു തരാനായിട്ട് ആ മാനേജർ പെണ്ണിനോട് പറയുമ്പോൾ ഈ മാനേജർ പെണ്ണ് ആ ഷൂ കൈയെത്തിച്ചാൽ കിട്ടാത്ത സ്ഥലത്ത് മാറ്റി വെച്ചതിന് ശേഷം ഈ അമ്മൂമ്മയോട് പറയാണ്, അതൊന്നും നിങ്ങളെ കൊണ്ട് വാങ്ങാനൊന്നും പറ്റില്ല, അതിന്റെ വില $1000 എന്നാലും അമ്മൂമ്മ അത് സാരില്ല, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതൊന്ന് കാട്ടിത്തരുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ മാനേജർ പെണ്ണിന്റെ അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയായിരുന്നേ. അവള് പറയാണ്, അതൊന്നും കാട്ടിത്തരാൻ പറ്റില്ല, ഞങ്ങളുടെ ഈ ഒരു ഷോപ്പ് ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഷോപ്പ്, അതിലേക്ക് ഇങ്ങനത്തെ കാലിന് വയ്യാത്ത ആൾക്കാരൊക്കെ വന്ന് ഷൂ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എടുത്തു തരാനാ, നിങ്ങൾക്ക് ഇവിടെ ഷൂ ഒന്നും തരാൻ പറ്റില്ല, ഇറങ്ങി പോവാൻ പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് അവിടെ ഉള്ള ഒരു ട്രെയിനി പെണ്ണ് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അവൾക്ക് ഈ അമ്മൂമ്മയോട് ഈ മാനേജർ ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എന്നാൽ അവൾക്കൊട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്നെ കൊണ്ടൊന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷൂ എടുത്തു തരാൻ പറ്റില്ല എന്ന് മാനേജർ പെണ്ണ് പറയുമ്പോൾ ആ ഒരു അമ്മൂമ്മ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ട്രെയിനി പെണ്ണ് വന്നിട്ട്, കുഴപ്പമില്ല മാഡം, ഞാൻ ഈ അമ്മൂമ്മയെ സെർവ് ചെയ്തോണ്ടെന്ന് പറയാണ്. എന്നാ മാനേജർ ദേഷ്യപ്പെട്ടിട്ട്, നീ നിന്റെ പണി നോക്കും, നീ ഇപ്പൊ ട്രെയിനി ആയിട്ട് വന്നിരിക്കുന്നല്ലേ, ഞാൻ പറയുന്ന മാത്രം നീ ചെയ്താൽ മതി, അല്ലാതെ അതിൽ കൂടുതലൊക്കെ ചെയ്ത് ഇവിടെ വലിയ ആളായിട്ട് ഇരിക്കാന്നൊന്നും നീ വിചാരിക്കണ്ട, നീ ആരെയും നോക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയാണ്. അത് കണ്ട അമ്മൂമ്മൻ എന്ന് വെച്ചാൽ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ട്, ഓഹോ ഇങ്ങനെയാണ് ഒരു കസ്റ്റമറിനോട് നിങ്ങൾ പെരുമാറാ, അതും ഒരു കാലിന് വയ്യാത്ത കസ്റ്റമറിനോട്, ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ ഷോപ്പിന്റെ റെപ്യൂട്ടേഷൻ ഞാൻ തന്നെ കളഞ്ഞു തരാമെന്ന് പറയാണ്. ഇത് കേട്ട് പേടിച്ചു പോയ ആ മാനേജർ പെണ്ണ് ആ ട്രെയിനി പെണ്ണിനോട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോകുന്നുണ്ട്. ആ ട്രെയിനി പെണ്ണാന്ന് വെച്ചാൽ ഈ അമ്മൂമ്മക്ക് ആ ഷൂ തന്നെ എടുത്തു കൊടുത്തിട്ട്, അമ്മൂമ്മക്ക് ഈ ഷൂ അല്ല ഇഷ്ടമായ, ഇത് തന്നെ എടുത്തോ, ഇത് അമ്മൂമ്മക്ക് നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറയാണ്. അത് കേട്ട് ആ ഒരു അമ്മൂമ്മ ചിരിക്കുന്നുണ്ട്. അമ്മൂമ്മക്ക് ആ ഷൂ ഇഷ്ടമായോണ്ട് തന്നെ അത് തന്നെ പാക്ക് ചെയ്തോ, പക്ഷെ എന്റെ സൈസ് 7 ആന്ന് പറയുന്നുണ്ട്. അങ്ങനെ 7 സൈസ് അവിടെ ഉണ്ടോന്ന് നോക്കുമ്പോൾ അവിടെ ഇല്ല. ഈ മാനേജർ പെണ്ണിനോട് ട്രെയിനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, മാഡം ഈ ഒരു ഷൂവിന്റെ 7 സൈസ് ആണ് വേണ്ടത്, അതൊന്നും ഉണ്ടോന്ന് നോക്കുമെന്ന് ചോദിക്കുമ്പോൾ അവർ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുന്ന ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് 7 സൈസിൽ ഉണ്ടോന്നാണ്. കമ്പ്യൂട്ടറിൽ ഉണ്ടെന്ന് വരാണ് മാനേജർ. അപ്പോൾ ആ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് സ്റ്റോർ റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ട്രെയിനിയാന്ന് വെച്ചാൽ അമ്മൂമ്മക്ക് ഞാൻ കുറച്ച് ചായ എടുത്ത് തരാമെന്നും പറഞ്ഞ് ചായ എടുക്കാനായിട്ട് പോകുന്ന വഴിക്കാണ് ഈ കമ്പ്യൂട്ടറിൽ മാനേജർ സെർച്ച് ചെയ്തേക്കുന്നത് ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. ട്രെയിനി വേഗം തന്നെ സ്റ്റോർ റൂമിലേക്ക് പോയി നോക്കുന്നുണ്ട്. ആ ഒരു സമയം പശ വെച്ചിട്ട് ആ ഷൂ മാനേജർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേഷ്യം വന്ന ട്രെയിനി പെണ്ണാന്ന് വെച്ചാൽ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്, അത്രയും കാലിന് വയ്യാതെ വന്ന ഒരു പാവം അമ്മൂമ്മക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്, ഞാൻ ഇതിന് എന്തായാലും കൂട്ട് നിൽക്കില്ല, ഞാൻ ഇത് മാനേജ്മെന്റിനോട് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പോകാണ്. എന്നാൽ ഒരു ട്രെയിനി പെണ്ണിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് ഇവിടെ പറയാണ്, എന്തിനാ വെറുതെ പാവം ഒരു അമ്മൂമ്മക്ക് കാലിന് വയ്യാത്ത ഒരു സ്ത്രീക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഷൂ കൊടുക്കാനൊക്കെ നോക്കി, ഞാനിത് കംപ്ലൈന്റ് ചെയ്യാൻ പോവാന്ന്. അവള് നേരെ അത് തിരിക്കുകയാണ്. കാരണം ഇവള് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും, ഇവള് 5 വർഷമായിട്ട് ആ ഒരു ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ട്രെയിനി പെണ്ണ് ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ, വേറെ വഴിയില്ലാതെ ആ ട്രെയിനി പെണ്ണ് അതിന് സമ്മതിക്കുകയാണ്. ഈ ഒരു മാനേജർ ആണെന്ന് വെച്ചാൽ ആ ഒരു പൊട്ടിയ ഷൂ ഈ അമ്മൂമ്മക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അമ്മൂമ്മയെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഈ ട്രെയിനി പെണ്ണ് കാലിൽ ആ ഷൂ ഇടിപ്പിക്കുന്ന സമയം അമ്മൂമ്മയോട് പറയാണ്, ഇത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാ, ഇത് നിങ്ങൾ വാങ്ങരുതെന്ന്. അമ്മൂമ്മ അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്കപ്പോൾ നിങ്ങൾ പൊട്ട പ്രോഡക്റ്റ് തന്ന് ഒഴിവാക്കാനാണോ നോക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാനേജർ അപ്പോൾ വേഗം വന്ന് ഈ ഒരു ട്രെയിനിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട്, നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് പിരിച്ചുവിട്ട് നീ നാളെ മുതൽ ജോലിക്ക് വരണ്ടെന്ന് പറയാണ്. ഇത് കേട്ട അമ്മൂമ്മ വീൽ ചെയറിൽ നിന്ന് മാസമായിട്ട് എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് മാനേജറോട് പറയാണ്, ഈ ഷോപ്പിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ ഇൻസ്പെക്ഷന് കിട്ടിയ ഒരു ഓഫീസറാണ്, എനിക്കിപ്പോൾ മനസ്സിലായി ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത്, ഇതിന്റെ ഒരു തീരുമാനം ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറയാം. എന്നിട്ട് മാനേജറുടെ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാഡ് ജോലി ട്രെയിനിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. ട്രെയിനി അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ആകെ കുറച്ച് ദിവസമായിട്ടുള്ളത് പറയുകയാണെങ്കിലും നിനക്ക് നല്ല മനുഷ്യത്തുണ്ട്, നിനക്ക് ഈ ഒരു പോസ്റ്റ് കിട്ടാനുള്ള അർഹതയുണ്ടെന്ന് പറയാണ്. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ നമ്മൾ വിചാരിക്കും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിപത്തായിട്ടേ വരുള്ളൂ, പക്ഷെ ഉറപ്പായിട്ടും നമ്മൾ സത്യത്തിന്റെ പിന്നാലെ പോവാന്ന് വെച്ചാൽ വിജയം നമുക്ക് തന്നെ ആയിരിക്കും. ഏതൊരു അവസ്ഥയിലും സത്യം പറയാൻ ശ്രമിക്കുക. എന്നെ പോലെ നിങ്ങൾ നുണ പറയാനേ നിൽക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാം. താങ്ക് യു.